ഹലോ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബറകാതുഹു. വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖം സന്തോഷമൊക്കെയാണെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഞങ്ങളും ഇവിടെ സുഖമായിട്ട് പോകുന്നു. അപ്പോൾ ഇതാ ഇന്നത്തെ കൊച്ചു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് നല്ലൊരു കുഴിപ്പനിയാരം ഉണ്ടാക്കുന്നതും കടലക്കറി ഉണ്ടാക്കുന്നതും പിന്നെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ക്ലീനിങ്ങും ഇതൊക്കെ തന്നെയാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് വിടാനൊന്നും മറക്കരുത് കേട്ടോ. ലൈക്ക് ബട്ടണൊക്കെ ഇപ്പം തന്നെ പ്രസ് ചെയ്ത് വെക്കുക. അപ്പോഴിതാ ഞാൻ കടലക്കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇത് രാവിലെ എഴുന്നേറ്റിക്കാണ്ട് അപ്പോൾ കടലക്കറി ഉണ്ടാക്കുന്ന ചായക്ക് വെള്ളം ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ജിതുമോന് ഫോൺ കിട്ടായിട്ട് ഇങ്ങനെ കൈ ഇതാക്കാം കേട്ടോ. അപ്പോൾ അവിടെ സോപ്പിട്ട് നിർത്തി വെച്ചൊക്കെയാണ്. അപ്പോൾ വെള്ളമൊക്കെ തളിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്നോ പനിയാരം ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ തലേന്ന് തന്നെ ഒരു 1.5 നാഴി അളവിൽ ഞാൻ പച്ചരി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉഴുന്നും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒക്കെ കുതിർത്തി വെച്ചിട്ട് പിന്നെ രാത്രി തന്നെ ഒരു 10 മണിക്ക് അരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പാകത്തിന് വെള്ളമൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴിതാ ഇതിലേക്ക് ഒരു ചുവന്നുള്ളി, വെളുത്തുള്ളി, ഒരു പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് അരക്കട്ടെ. അപ്പോൾ കണ്ടോ പനിയാരത്തിനുള്ള മാവാണത്. ഇതിലേക്ക് വറ്റിയും ചേർത്തിട്ടില്ല കേട്ടോ, ചോറ് ചേർത്തിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് സവാള കട്ട് ചെയ്യണം. അപ്പോൾ ഇത് ഞാനിത് കറി നമ്മളെ ഇൻട്രഡക്ഷൻ കുക്കുമിന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ കറി വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങൻ്റെ അരച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചെടുക്കണ്ട. അപ്പോൾ അത് ഒഴിച്ചെടുത്തിട്ട് ഇത് ഞാൻ ഈ കറി വറുത്തെടുക്കുന്നൊന്നുമില്ല കേട്ടോ. എന്താ വെച്ചാൽ ഒന്നുമില്ല, ഇത് തിളപ്പിച്ചതിന് ശേഷം നമുക്കത് മാറ്റി വെക്കാം. അപ്പോൾ ഇത് കുക്കറിൽ കാണാത്തത് എന്താ ഇൻട്രഡക്ഷൻ കുക്കർമലായതുകൊണ്ടാണ് കേട്ടോ. കുക്കുമലായതുകൊണ്ടാണ് നിങ്ങൾ കാണാത്തത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാമറ തിരിക്കണമല്ലേ വിചാരിച്ചു. അപ്പോൾ ഞാൻ തേങ്ങാൻ്റെ അരപ്പ നിങ്ങൾക്ക് ഒഴിച്ചെടുക്കാൻ കാണാൻ വേണ്ടിയിട്ട് മാറ്റി തന്നു കേട്ടോ. അപ്പോൾ അതാണ് പനിയാരത്തേക്കില്ലേ കുറച്ച് സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു സവാള, പിന്നെ ഒരു 4-5 ചുവന്നുള്ളി, കുറച്ച് വെളുത്തുള്ളിൻ്റെ അല്ലി എടുത്തിട്ടുണ്ട് കേട്ടോ. സുമാർ ഒരളവിലാണ്. പിന്നെ മല്ലിയിലും കറിവേപ്പിലൊക്കെയാണ് എടുത്തിട്ടുള്ളത്. ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ഉണ്ടെങ്കിൽ അതും കിട്ടും. അപ്പം ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തീയൊക്കെ ഓണാക്കിയിട്ട് ചട്ടി ചൂടായതിനു ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചെടുക്കുക. എന്നിട്ട് എന്താ വെച്ചാൽ സവാളയും ഇതൊക്കെ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ അത് തന്നെ ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നത്. അത് ഈ പനിയാരത്തിൻ്റെ റെസിപ്പി ഞാൻ കുറച്ച് മുമ്പ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഞങ്ങളുടെ ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിലേക്ക് വെളുത്തുള്ളി, പച്ചമുളക്, ഒരു സാധാ പച്ചമുളകും സാധാരണ ഒരു മത്തമുളകും എന്തെങ്കിലും പറയും എനിക്കറിയില്ല, അതും ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അന്ന് എൻ്റെ അടുത്ത് പനിയാരത്തിൻ്റെ ചട്ടിയൊന്നും ഇല്ലേനു. അപ്പം ഇപ്പം ചട്ടിയൊക്കെ റെഡിയാക്കിയപ്പോൾ ഞാൻ പനിയാരം തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കുഴിപ്പനിയാരം, അന്നത്തെ കുഴിപ്പനിയാരാണെന്ന് പറയാൻ പറ്റില്ല. അപ്പം ഇതൊക്കെ നന്നാക്കി വാടി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് സവാളയും ഇതൊക്കെ ഇട്ടെടുക്കട്ടോ. ഈ എല്ലാതും അന്നത്തെ ഇതിൽ ഞാൻ ഉഴുന്നും കടുകൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ അതൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അന്ന് ആർക്കും അത് മിന്നൂനൊന്നും ഇഷ്ടമായിട്ടില്ല. എന്താ വെച്ചാൽ ഒരു ചെറുതായിട്ട് കയ്പുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. എന്തുകൊണ്ടാണ് അവന് ചട്ടി മാറിയതുകൊണ്ട് എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഏതായാലും ഇത് ഇവിടെ നിന്ന് മാറ്റി കൊടുക്കട്ടെ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇതൊക്കെ ചേർത്തി കൊടുക്കട്ടെ. അപ്പം ഇതിലേക്ക് ഇപ്പം ഞാൻ പിന്നെ മഞ്ഞൾപ്പൊടി ഇതൊക്കെ വേണമെങ്കിൽ ചേർക്കാം. അപ്പം ഞാൻ ചേർത്തിക്കണോ എന്തൊക്കെ ചെയ്തത് എനിക്ക് നോക്കട്ടെ കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി ആ കാര്യങ്ങളൊക്കെ ചേർക്കാൻ ഇത് തന്നെ വിട്ടു പോയിട്ടുണ്ട് കേട്ടോ. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് ഇങ്ങനെ എന്താ വെച്ചാൽ പച്ചമുളക് ഇടുമ്പോൾ മുളക് പൊടിൻ്റെ ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടെടുക്കാം. പിന്നെ ഇത് മഞ്ഞൾപ്പൊടി ഇല്ല വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റിന് യാതൊരു കമ്മിയില്ല. അപ്പോൾ ഏതായാലും നമുക്കിത് വാട്ടി എടുക്കട്ടെ കേട്ടോ. നന്നാക്കി ഒന്നുകൊണ്ട് വാടി വരട്ടെ. അപ്പോൾ ഇതാ അതിൻ്റെ അടിയിൽ വാട്ടിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ ഗ്യാസ് കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് കുറ്റി രണ്ടാമത്തൊക്കെ എടുത്ത് വെച്ചിക്കാണ്ട് കുറച്ച് സമയം അവിടെ പോയിട്ടുണ്ട് കേട്ടോ. കുറ്റി കിട്ടാനും കുറച്ച് പ്രയാസം കഴിഞ്ഞു. അപ്പം പിന്നെ ഇവിടെ എനിക്ക് പെട്ടെന്ന് കിട്ടലുണ്ട് കേട്ടോ. അങ്ങനെ എന്താ പറയുക, അതിക്കില്ല എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തി കൊടുത്തു. നമ്മളത് എൻ്റെ അടുത്തുണ്ടതിന് പച്ചമുളകും മല്ലിയിലും കറിവേപ്പിലും ചുവന്നുള്ളി, വെളുത്തുള്ളി ഇതൊക്കെ ചേർത്തി കൊടുത്തു. വേണമെന്നുണ്ടെങ്കിൽ ക്യാബേജ് വേണമെങ്കിൽ ക്യാബേജ് ഇടുക, ക്യാരറ്റ് വേണമെങ്കിൽ ക്യാരറ്റും, ബീട്രൂട്ട് വേണമെങ്കിൽ ബീട്രൂട്ടൊക്കെ ഇടാം. ക്യാപ്സിക്കം ആണെങ്കിൽ ഉണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലത് കേട്ടോ. ക്യാപ്സിക്കാണ് ഇതിൻ്റെ ഒരു മെയിൻ, ക്യാപ്സിക്കും ക്യാരറ്റൊക്കെ. അപ്പോൾ ഞാൻ പാകത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്നും കൂടി വാട്ടിയെടുത്തിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളെ മാവ് കേട്ടോ. ഇതിലേക്ക് ഉണ്ടാക്കിയപ്പം എങ്ങനെയാണ് തലേന്ന്
അരി വെള്ളത്തിൽ ഇട്ട് വെച്ചു, കേക്കിക്കാണ്ട് വെള്ളത്തിൽ ഇട്ടു. നല്ലൊരു വെള്ളത്തിൽ, ആ വെള്ളത്തിൽ തന്നെ അരച്ചു. നല്ലൊരു വെള്ളം എടുക്കട്ടെ അരക്കാൻ നമുക്ക് നേരത്ത്. പിന്നെ ഉഴുന്നും ഉലുവയും ചേർത്തിക്കാണ്ടാണ് കേട്ടോ. പിന്നെ ചോറുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് മയക്കം കിട്ടും. അപ്പോൾ ദാ വാട്ടി നമ്മൾ അരച്ച് വെച്ച മാവ് താട്ടോ പിറ്റേന്ന് രാവിലെ ചെറുതായിട്ടൊക്കെ പൊങ്ങി വന്നിട്ടുള്ളൂ. ഞാൻ റൈസ് കുക്കറിലാക്കി വെച്ചതിന്. അപ്പോൾ ഇതിലേക്ക് നമുക്കത് ചേർത്തി കൊടുത്തിട്ട് നന്നാക്കിയാണ്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് ചൂടുള്ള സാധനങ്ങൾ ചേർത്തില്ല, ചേർത്തി യാതൊരു കുഴപ്പമില്ല കേട്ടോ. ഒന്നുകൂടി നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ പനിയാരത്തിൻ്റെ പാൻ ഇതാണ്. ഇനി ഇത് നമുക്കത് മാറ്റി വെക്കട്ടെ. അതൊക്കെ കഴുകിയിട്ട് എന്താ വെച്ചാൽ നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കാം. അപ്പോഴിതാ പിന്നെ പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരും തീരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യട്ടോ. അതിൽ കൂടുതൽ ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടിക്കോളും. അപ്പം ലൈക്ക് ബട്ടണൊക്കെ മറക്കാതെ പ്രസ് ചെയ്യണേ. അപ്പോഴിതാ നമ്മളെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ കുയിലും ചെറുതായിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കണം കേട്ടോ. നിങ്ങളെ കയ്യിൽ എന്ത് എണ്ണയിൽ ഇത് നിങ്ങൾക്ക് ഇഷ്ടമല്ല എണ്ണയൊക്കെ ഒഴിച്ചെടുക്കട്ടെ. അപ്പോൾ ഓരോ കുയിലും ഞാൻ ഇങ്ങനെ ഇതാക്കി കൊടുക്കാണ്, ഒഴിച്ചെടുക്കണം. പെട്ടെന്ന് ഇതിലേക്ക് ഒരു കുഴപ്പമുണ്ട്, നമ്മളേക്ക് അറിയാതെ ഫില്ലായി പോകും. അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഒഴിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇതിലേക്ക് ഇങ്ങനൊരു 12 കുഴിയിലെ ഇതിലേക്ക് ഒഴിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ചട്ടി കിട്ടാൻ വേണ്ടിയിട്ട് കുറേ കാലം ഇങ്ങനെ നടക്കുന്നതുണ്ടായിരുന്നു. പിന്നെ അധികം ഉണ്ടായിരുന്നത് 5 കുഴിയില്ലതിന്, പിന്നെ ഇരുമ്പിൻ്റെതിന്, പിന്നെ അത് കുറച്ച് കനമേറിയാണ്. പക്ഷെ ഇത് കട്ടിയില്ല കേട്ടോ. കട്ടിയില്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് ബേജാറും ഭാര്യവും ഒക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ലിഡാണെങ്കിൽ തീരെ കനല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ നമ്മുടെ അടുത്തുണ്ടായിരുന്നു ലിഡ് എടുത്ത് വെച്ചേക്കട്ടോ. അപ്പോൾ അതിൻ്റെ ഒപ്പം ഒരു എന്താ അതിന് പറയുക കോല്. അപ്പോൾ ആ ഒരു കോലുകൊണ്ട് ഞാൻ മറിച്ചിട്ട് എടുക്കട്ടെ. 1 മിനിറ്റൊക്കെ വേണം. അപ്പോൾ ഞാനതൊരു മിനിറ്റൊക്കെ ആകണതിൻ്റെ മുമ്പ് തന്നെ മറിച്ചിടാൻ വന്നിട്ടുണ്ട്. തിരക്കേറിപ്പോയി. പിന്നെ മിന്നാണ് ഇന്നെ അടുക്കളയിൽ സഹായിക്കുന്നുണ്ട്. അപ്പം ഞാൻ നമ്മളെ ഒരു കയ്യിലുണ്ടായിരുന്നു സ്പ്രാച്ചർ എടുത്തുകൊണ്ട് മറിച്ചിടണ്ട. അപ്പോൾ അതുകൊണ്ട് പിന്നെ ശരിക്കും കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് കുത്തിയെടുക്കുമ്പോൾ നമ്മൾ ഈ ബപ്പടക്കോലല്ലേ അത് നിർത്തിട്ട് കുത്തിയെടുക്കാതിരിക്കുക നല്ലത് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ എന്താ അടിക്ക് കുത്തു കൊണ്ടുകാണ്ട് അതിൻ്റെ നോൺ സ്റ്റിക്ക് ഇതൊക്കെ ഇളകി പോരാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ കഴിയുന്നതും ശ്രദ്ധിച്ചാൽ നമുക്ക് എത്രയും ഇതാക്കട്ടോ. അപ്പോൾ അതാ മറിച്ചിട്ട് കൊടുത്ത് ഇനി കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യുക. നമുക്ക് ഇനി എന്താ ആ ഇടയിൽ ഫ്രീ കിട്ടുന്ന ടൈമിൽ നമുക്ക് പാത്രങ്ങളോ എന്തെങ്കിലുമൊക്കെ എടുക്കട്ടോ. അപ്പോൾ അതാ ഇത് വന്നു. അപ്പോൾ ഈ ഒരു കളറിലാണ് എനിക്ക് ഇങ്ങനെ കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുട്ടികൾ ഇവിടെ കാത്തിരിക്കണേ. മിന്നുവിന് ബേജാറായിട്ടുണ്ട്. എന്താ നമ്മളെ ജിതുമോനും ഇതൊക്കെ കാത്തിരിക്കട്ടെ. അപ്പോൾ അവർക്കൊക്കെ നന്നാക്കി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഒരു കുത്തിന് തന്നെ 3 എണ്ണൊക്കെ എടുക്കട്ടോ. അല്ല 3 എണ്ണൊക്കെ എടുക്കാൻ പറ്റും. പക്ഷെ ഞാനെടുത്തിട്ട് റെഡി ആവണില്ല. അങ്ങനെ കുറച്ചും കൂടി എക്സ്പീരിയൻസ് ഒക്കെ ആയാലും ഇത് റെഡി ആവും കേട്ടോ. അപ്പോൾ ഈ ഒരു കോല് കുറച്ച് വീതി ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് കിട്ടാത്തത്. അപ്പുറം കോലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് കിട്ടും. പക്ഷേ നമുക്ക് ചട്ടി അതിന് പറ്റിയത് അല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് നമ്മളെ ആലുവ അടുപ്പിൻ്റെ ഒരു മൂടിയാണ് കേട്ടോ. അതിൻ്റെ ഒരു ലിഡാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഇത് ശരിക്കും കേൾക്കിക്കാണ്ട് അന്ന് എടുത്ത് വെച്ചതിന് കേട്ടോ. അത് ഞാൻ അടുപ്പിന് എന്താണ് എന്താ മൂടിയിട്ട് കൊടുക്കില്ല. ഇത് തന്നെ മൂടിയിട്ട് കൊടുത്താൽ അതിൻ്റെ പണ്ട് അത് ഇങ്ങനെ മൂടിയൊക്കെ ഉണ്ടായതുകൊണ്ട് അതിൻ്റെ കറുത്തൊരു പിടിയില്ലേ അത് ഉരുക്കിക്കാണ്ട് പൂരാണ്. നമ്മൾ ആവശ്യം കഴിഞ്ഞാണ്ട് അടുപ്പ് അടിച്ച് പൂരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മൂടിയൊക്കെ മാറ്റി. ഇപ്പോൾ വേറെ എന്താണ് ലിഡാണ് അടുപ്പിനില്ലത് കേട്ടോ. മറ്റേ സ്റ്റീലിൻ്റെ പിടിയില്ലതാണ്. അതുകൊണ്ട് തന്നെ ഒരു ലിഡ് കട്ടിങ് കാലുണ്ടായതുകൊണ്ട് ഇത് വെച്ചെടുത്ത്. മറ്റേത് നമുക്ക് എന്തെങ്കിലും വെള്ളം കൊടുക്കോ അതിനൊക്കെ മൂടാ വിചാരിച്ചിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒക്കെയാണ്. അപ്പം ഇങ്ങനെ ഓരോ ട്രിപ്പ് ഇങ്ങനെ ഒഴിച്ചെടുക്കട്ടെ. അപ്പം ഇതിൽ എന്താണെന്നോ ഒരു പ്രശ്നമില്ല. ഇത് കുഴി കാലിയായാലും ഉണ്ടല്ലോ എണ്ണ കടന്നിങ്ങനെ പൊട്ടിങ്ങനെ തെറിക്കുന്നതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ വേണം ശ്രദ്ധിക്കുക. അപ്പം അത് നല്ല സൂപ്പർ ചട്ടി തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ പനിയാരത്തിന് കുറച്ച് മാവൊക്കെ നമ്മൾ തലേന്ന് തന്നെ അരച്ച് വെച്ചുകൊണ്ട് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇല്ല. പിന്നെ അതിൽ റെഡി ആക്കേണ്ട സംഗതികൾ എന്താ വെച്ചാൽ ഉള്ളി എന്താ വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ തലേന്ന് തന്നെ റെഡിയാക്കി വെച്ചാൽ പെട്ടെന്ന് നമുക്ക് എന്താണ് അത് വറുത്തിട്ട് കാണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്തി കൊടുത്താൽ മതി. അപ്പൊ ഈ ഒരു ലെവലിൽ എനിക്ക് ആദ്യമുള്ളത് വെളിച്ചെണ്ണ ചെലവായിട്ടില്ല കേട്ടോ. ആ ഒരു കുഴിയിൽ ആദ്യം ആ ട്രിപ്പ് ഒഴിച്ചെടുത്ത് തന്നെ കേട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ നോൺ സ്റ്റിക്ക് ആകുമ്പോൾ വെളിച്ചെണ്ണൻ്റെ ആവശ്യം ഉണ്ടാവില്ല. എന്നാലും ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ആ എണ്ണയും കൂടി കുറച്ച് ബാക്കി ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ എന്തിനെങ്കിലൊക്കെ യൂസ് ചെയ്യാം. എന്താ വെച്ചാൽ എന്താണ് നമ്മൾ പാചകത്തിന് യൂസ് ചെയ്യേണ്ട വെച്ചാൽ അതിന് തീരും പിടിച്ചു കൊടുത്തു അങ്ങനെയൊക്കെ വരട്ടാനൊക്കെ ഏതെങ്കിലും അതിൻ്റെ കുഴിക്കൊക്കെ ഉപയോഗിച്ചാൽ മതി. അത് ഇതാക്കിയാണ്ട് ബാലൻസിലേക്ക് കളയാതെ അവിടെ എടുത്ത് വെച്ചാൽ മതി കേട്ടോ. ഒരു ബോട്ടിലാക്കി എടുത്ത് വെച്ചാൽ മതി. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ
പനിയാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മക്കൾക്ക് ചായ കൊടുക്കാനായിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്നൊരു കറി വേണ്ട പറഞ്ഞു നോക്കി, കറി ഇല്ലാതെ തന്നെ പറ്റുന്നുണ്ട്. കാരണം ജിതുമോനും രാവിലത്തെ കറി വേണ്ട. അപ്പം ഞാൻ അങ്ങനെ കറിയും കൂട്ടിയിട്ട് നമ്മൾ കടലക്കറി കൂട്ടിയിട്ട് ഞാൻ കഴിക്കട്ടെ. അപ്പോൾ നല്ല ടേസ്റ്റില്ല കറിയും നമ്മൾ ടേസ്റ്റില്ല പനിയാരും കേട്ടോ. അപ്പോൾ അത് ഞാൻ പറഞ്ഞതല്ല. അപ്പോൾ ഇവിടെ കഴിച്ചോലും അതിൻ്റെ ഇത് അഭിപ്രായം പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ കടലക്കറി നല്ല രസമുണ്ട്, ഇതിലേക്ക് പറ്റുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതിലേക്ക് ഇപ്പോൾ സാമ്പാറും ചട്ടിനി തന്നെ ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതും ഇതിലേക്ക് ചേരും, ഏതും ചേരും. അപ്പോൾ നിങ്ങൾക്ക് ചേരുന്നതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ കഴിച്ചു നോക്കുമ്പോൾ കറി നല്ല ടേസ്റ്റ് ഉണ്ട്, പിന്നെ പനിയാരും നല്ല രസം തന്നെയാണ്. ഉമ്മാനോടും ചോദിച്ചപ്പോൾ ഉമ്മയൊക്കെ പറഞ്ഞ അഭിപ്രായമാണ് കറി നല്ല രസമുണ്ടാണ്. അത് പറ്റുന്നുണ്ട് ചോദിച്ചപ്പോൾ പറ്റുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മിന്നുവിൻ്റെ സൈക്കിൾ എടുക്കാതെ നിൽക്കാണ്ട് കുറച്ചിട്ട് ഇങ്ങനെ പൂതല എന്താ പറയുക, പൂപ്പലും ഇതൊക്കെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ തുടച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇന്നൊക്കെ എടുക്കും വേണം, എടുക്കാതെ എടുത്ത് ഒരു പൂതി പറഞ്ഞു കേട്ടോ. അപ്പം ആദ്യം തുടച്ചെടുത്ത ആളാറുണ്ട്. അങ്ങനെ അവളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. അപ്പോൾ ഓൾ തന്നെയാണ് തുടക്കണതൊക്കെ കേട്ടോ. അപ്പോൾ നന്നാക്കി കേക്ക് വൃത്തിയാക്കുകയാണ്. എനിക്കാണെങ്കിൽ നമ്മളെ എന്താണ് വെച്ചുണ്ടാക്കും, ചോറുണ്ടാക്കണം, എല്ലാം ഉണ്ടാക്കാനുണ്ട്. എന്താണ് രാവിലത്തെ ഇതിലൊന്നും ഒരു മഴ കാരണം പുറത്ത് വറക്കടുപ്പിൽ കത്തിച്ചിട്ടില്ല. ആ ഒരു ടൈമിലാകുമ്പോൾ എല്ലാം റെഡി ആയി കിട്ടും. ഒരു 9 മണിയാകുമ്പോഴേക്ക് തന്നെ ചോറൊക്കെ റെഡി കഴിഞ്ഞു. പക്ഷെ ഇത് വറകും പിന്നെ എടുത്ത് വെച്ചിട്ടില്ല, സംഗതികളൊക്കെ എടുത്ത് വെച്ചിട്ടില്ലേനും. അന്നാന്നിങ്ങനെ എടുത്തക്കലാണ് കേട്ടോ. ആ ഒരു ടൈമിൽ തന്നെ രാവിലെ തന്നെ ഇറങ്ങിയിട്ട് എടുത്തക്കലാണ്. പിന്നെ ആവശ്യമില്ലാത്ത വറകും ചെയ്തിരുന്നു അങ്ങനെ എടുത്ത് വെക്കാറൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം വൈകിയിട്ടുണ്ട്. അപ്പോൾ സൈക്കിളൊക്കെ കഴുകി കഴിഞ്ഞാണ്ട് ഓട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം അങ്ങനെ ഓട്ടണം. ജിതുമോനാണെങ്കിൽ അപ്പുറത്ത് കളിക്കണോണ്ട് കേട്ടോ. അവിടെ എവിടെയൊക്കെ കളിക്കണ്ടോ അവനെ കാണാനായിട്ടാണ്. ഒക്കെ അടിച്ചു വാരാണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഇനി ഫുഡ് ഉണ്ടാക്കാണ്ട് എനിക്ക് ഇനി വറുകടുപ്പന്മാർ വെക്കണത് ഇഷ്ടം. നമ്മൾ റൈസ് കുക്കറിലോ ഇൻഡക്ഷൻ കുക്കറിലോ ഒന്നും വെച്ചാൽ സ്റ്റൗവിലൊന്നും വെച്ചാൽ എനിക്ക് തൃപ്തി കിട്ടില്ല കേട്ടോ. സാധാരണ റേഷൻ അരിയൊക്കെ ആണെങ്കിൽ പറ്റും. കുറുവ അരിയാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ റൈസ് കുക്കറിൽ വെച്ചാൽ അത് വലിയൊരു ഇഷ്ടം വരുന്നില്ല കേട്ടോ. എന്താ വെച്ചാൽ പെട്ടെന്ന് എന്താ മറവി കൂടും. അടുത്തിൽ നമ്മൾ സാധാരണ അടുപ്പത്ത് വെക്കുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ അത് നമ്മൾ കാണും. അപ്പോൾ അതാ നമ്മൾ അടിച്ചു തരാണ് കേട്ടോ. ഞാൻ ഇതൊക്കെ അടിച്ചു തരിയിട്ടാണ് വേണം ഒന്ന് ഇതാക്കട്ടെ. അപ്പോൾ ഇതാ മിന്നാണെങ്കിൽ ഈ സൈക്കിൾ കേൾക്കിക്കാണ്ട് ആകടെ ചളിയും പൊടി ഇതൊക്കെ ആകെ നടന്നിട്ടുണ്ട്. അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞ് നമ്മളെ ഈ എന്താണ് തുണ്ടൊക്കെ ഒന്ന് അരിക്കൊലയൊക്കെ അടിച്ചടി കേൾക്കിക്കാളെ അപ്പോൾ വൃത്തി കിട്ടും, ഏതായാലും മഴയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അവളെ സോപ്പിട്ട് നിർത്തി. അപ്പം അങ്ങനെ സ്കൂളൊന്നും ഇല്ലാത്തതും അല്ലേ. അപ്പം അങ്ങനെ അവൾ കേൾക്കിട്ടു. അപ്പോൾ അത് ജിതുമോൻ്റെ കുറച്ച് സാധനങ്ങളാണ് ഇങ്ങനെ കളിക്കാൻ എടുക്കും. പിന്നെ അതേപോലെ അവിടെയും ഇവിടെയൊക്കെ നിരത്തിട്ട് പോകും. പിന്നെ അത് എടുക്കണമെങ്കിൽ ആരെങ്കിലുമൊക്കെ വരേണ്ടി കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് എടുത്ത് വെച്ചിട്ടുണ്ടാകുകയാണ്. അപ്പോൾ അത് ഉച്ചക്കത്തിലെ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഉച്ചക്കത്ത് ബത്തൽ മീനാണ് ഉള്ളത്. ആ ബത്തൽ കായം കൂട്ടി വെച്ചത്. അപ്പോൾ അത് പൊരിക്കുകയാണ്. അപ്പോൾ ജിതുമോനാണ് ഇപ്പോൾ മീൻ കൊടുത്തിട്ടും കുറേ കാലമായിട്ടുണ്ട്. പിന്നെ വീട്ടിലും കഴിക്കില്ല. അപ്പോൾ മീൻ കൊടുക്കണ്ടെന്ന് ഡോക്ടറിനോട് പറഞ്ഞിട്ടില്ല കേട്ടോ. അത് ചക്കക്കുരുവിൻ്റെ കറിയാണ് കേട്ടോ. എന്താണ് എന്നാലും ഇതിൻ്റെ ഒരു ഇതിനനുസരിച്ച് നാട്ടിലത് അങ്ങനെ നിന്നതാണ്. അപ്പോൾ അതാണ് നമ്മൾ കാസ്ട്രോളിൽ വെച്ച് ചോറ് കാസ്ട്രോൾക്ക് ഊറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ റൈസ് കുക്കറിൽ ഇനി അപ്പോൾ അതിൻ്റെ കഞ്ഞിവെള്ളം കേട്ടോ ഇതിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ചോറ് ഊറ്റാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ തന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നുകൂടി തിളപ്പിച്ചെടുത്തുകൊണ്ട് ഞാൻ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതെന്താ വെച്ചാൽ സ്കൂളിലെ ദിവസമൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആ ശ്രദ്ധയിൽ നമ്മുടെ ചോറൊക്കെ റൈസ് കുക്കറിൽ വെച്ചിക്കണമല്ലോ എന്നുള്ളതിൽ ഓർമ്മ കിട്ടും. ഇതാകുമ്പോൾ ഞാൻ അങ്ങനെ മറക്കും. ഓരോ പണി ഇങ്ങനെ നടന്ന് പോകുന്നുണ്ടാവും. പക്ഷേ ഈ ചോറിൻ്റെ കാര്യം ഞാൻ ഊറ്റാനെടുക്കണം മറന്നു പോകട്ടെ. എൻ്റെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞത്. എല്ലാവരും എങ്ങനെ എനിക്കറിയില്ല. സാധാരണ അടുപ്പത്ത് വെച്ച് ശീലമായി. പിന്നെ റേഷൻ അരി ആകുമ്പോൾ ഒരു 10 മിനിറ്റ് വന്ന് നോക്കിയാൽ പെട്ടെന്ന് പോകുമല്ലോ. റേഷൻ അരി ആകുമ്പോൾ നമുക്ക് പിന്നെ അത് അടുപ്പത്ത് വെക്കാതിരിക്കുന്നത് നല്ലത്. ഗ്യാസ്മേലോ ഇൻഡക്ഷൻ കുക്കർമേലൊക്കെ ആയി ഇതാക്കി ഊറ്റിയെടുത്താൽ പിന്നെ അത് റെഡി ആക്കി കിട്ടും. അപ്പോൾ ഇത് രാത്രി കേട്ടോ ജിതുമോന് എന്താ പറഞ്ഞത്, എനിക്ക് പൊട്ടറ്റ മതി പിന്നെ രാത്രി പറഞ്ഞാണ്ട് ഞാൻ കട്ട് ചെയ്യുന്നിടത്ത് വന്നുകൊണ്ട് ഓൻ്റെയൊക്കെ വാങ്ങിക്കാണ്ട് കട്ട് ചെയ്യാൻ കേട്ടോ. അങ്ങനെ ഓനെ അതൊക്കെ പൊരിച്ചെടുത്തുകൊണ്ട് രാത്രി ഫുഡ് കഴിക്കാണ്. പിന്നെ അവർക്ക് കറി വേണ്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഓനത് വീഡിയോ എടുത്തെങ്കിൽ തിരുപ്പതി അവൾ വിചാരിച്ചിട്ട് വന്നതാണ്. ഇമ്മച്ചിയെ വീഡിയോ എടുക്കുക എന്നാണ്. എൻ്റെ പൊട്ടറ്റൊക്കെ കഴിയാനായിട്ടുണ്ട്, പെട്ടെന്ന് എടുക്കുകയാണ്. അപ്പോൾ ആടെ ഒരു സമാധാനത്തിലുള്ള വീഡിയോ ആണ് ഞാൻ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ എന്തായാലും വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും എത്തിയിരിക്കും. അതുവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബൈ. താങ്ക് യു.